ഹായ് ഗായ്സ്, ക്യാരറ്റൊക്കെ ഇട്ടിട്ട് കടുക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ കടുക് ഇട്ടിട്ടില്ല. നല്ല കൊച്ചുള്ളിയിൽ വഴറ്റിയെടുത്തിട്ട്, ഉള്ളി തണവാണല്ലോ, പൊടിയായിട്ട് അരിഞ്ഞിട്ട് നല്ല കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട്, കറിവേപ്പില നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും ക്യാൻസറിൻ്റെ വേരുകളുണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ക്യാരറ്റ് നമ്മുടെ സൗന്ദര്യത്തിന് ഏറ്റവും ബെറ്ററാണ്. ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാൻ. പിന്നെ നാടൻ മുട്ടയും കൂടെ റോസ്റ്റ് ആക്കിയത് കേട്ടോ. മാഷാ അല്ലാ, തബാറക്കല്ലാ. അപ്പോൾ മുട്ട നമ്മൾ വേവിക്കുമ്പം കൊള്ളാത്ത മുട്ടയാണെങ്കിൽ പൊങ്ങിക്കിടക്കും, നല്ല മുട്ടയാണെങ്കിൽ താന്ന് കിടക്കും. അതാണ് മുട്ട നല്ലതാണോ ചീത്തയാണോ നോക്കുന്നത്. കൊള്ളാത്ത മുട്ട പൊങ്ങിക്കിടക്കും, അല്ലാത്ത മുട്ട താന്ന് കിടക്കും. പിന്നെ മുട്ട നല്ല വൃത്തിയായിട്ട് തന്നെ പുറം കഴുകിയിട്ട് തന്നെ നമ്മൾ വേവിക്കാനിടുക. വേവിക്കാനിടുമ്പോൾ ഇച്ചിരി മഞ്ഞളും കുറച്ച് കടുകും കൂടി ഇട്ടാൽ മുട്ട പൊട്ടാതെ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടിരിക്കും. മുട്ടയുടെ മുകളിൽ തന്നെ വെള്ളം നിൽക്കണം. മുട്ട ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ഒരു 10 മിനിറ്റെങ്കിലും വേവിച്ച് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് രാത്രി ഡിന്നറിന് ഉപ്പുമാവും മുട്ട റോസ്റ്റും. പിന്നെ എനിക്ക് ഉപ്പുമാവിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടം പഴമാണ് കേട്ടോ, ഉപ്പുമാവും പഴവും. അപ്പോൾ ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ്, അപ്പം എനിക്ക് എപ്പോൾ തിന്നാലും ഇതൊരു പ്രശ്നവും ഇല്ല. ചിലർ പറയും ഗ്യാസാണെന്ന്, വെറുതെയാണ്. നല്ല ഹെൽത്തി ഫുഡാണ്. റവ നമ്മുടെ ശരീരത്ത് തണലുണ്ടാക്കുന്നു, ശരീരം തണുപ്പിക്കുന്നു. അപ്പോൾ ടാറ്റാ.